നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര, അമൃത ആശുപത്രിയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. എല്ലാ വർഷവും മാർച്ച് 16 നാഷണൽ വാക്സിനേഷൻ ദിനമായി നാം ആചരിക്കുന്നു. സമൂഹത്തെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിൽ വാക്സിൻസിന്റെ പങ്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ UIP അഥവാ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം മുഖേന ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ സൗജന്യമായി ലഭ്യമാണ്. ഗർഭിണികൾക്ക് TD അഥവാ TT വാക്സിൻ, കുട്ടികൾക്ക് BCG, പെൻറ്റാവാലന്റ്, മീസിൽസ് റുബെല്ല, ന്യൂമോണിക്കെതിരായിട്ടുള്ള ന്യൂമോകോക്കൽ വാക്സിൻ, ഡയറിയക്കെതിരായ റോട്ടാവൈറസ് വാക്സിൻ, IPV ഇവയെല്ലാം ലഭ്യമാണ്. ഓരോ വാക്സിനും അതിൻ്റേതായ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ഓരോ കുട്ടിയും അവരുടെ പ്രായപരിധിക്കുള്ളിൽ ആ വാക്സിനുകൾ എടുത്തു എന്ന് മാതാപിതാക്കൾ നിർബന്ധമായി ഉറപ്പാക്കണം. കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള വാക്സിൻസ് കൂടാതെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായി HPV വാക്സിനും ലഭ്യമാണ്. HPV വാക്സിൻ സ്വീകരിക്കുന്നത് വഴി സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ സമൂഹത്തിലെ പ്രായമായ മുതിർന്നവരും വാക്സിൻസ് എടുക്കുന്നത് നല്ലതാണ്. ഇവരെ കൂടാതെ ആരോഗ്യ പ്രവർത്തകർ, ക്രോണിക് ഡിസീസ് ഉള്ള ആളുകൾ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതോടൊപ്പം ലിവർ സംബന്ധമായ അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, സമൂഹത്തിലെ പ്രതിരോധം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികൾ, ഇവരും ഈ അഡൽട്ട് വാക്സിൻസ് എടുക്കുന്നത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ്. സമൂഹത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള അഡൽട്ട് വാക്സിൻസിൽ വരുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കലിനെതിരായിട്ടുള്ള PCV വാക്സിൻ, അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, COVID-19 വാക്സിൻ, ചിക്കൻ പോക്സ്, ഷിംഗിൾസ് ഇവയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ, ഇവയെല്ലാം അഡൽട്ട് വാക്സിൻസിന് ഉദാഹരണങ്ങളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വാക്സിൻസിനെതിരെ ധാരാളം തെറ്റായ പ്രചാരണങ്ങളുണ്ട്. എന്നാൽ അതൊന്നും സയന്റിഫിക്കലി ശരിയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2014 ഇന്ത്യയെ പോളിയോ ഫ്രീ ആയി പ്രഖ്യാപിച്ചു. നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെയും വ്യക്തികളുടെയും കൂട്ടായ പരിശ്രമത്തിന് കാരണമാണ് ഇത് നമുക്ക് സാധ്യമായത്. ഈ നേട്ടം നിലനിർത്തുന്നതിനും മറ്റ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും നമ്മൾ കൃത്യമായി വാക്സിൻസ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വർഷങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഒരു വാക്സിൻ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ അപ്രൂവ് ആകുന്നത്. താൽക്കാലികമായ പാർശ്വഫലങ്ങൾ, അതായത് പനി, കുത്തിവയ്പ്പ് സ്ഥലത്തെ വേദന ഇവയൊഴികെ ഇവ പൂർണ്ണമായി സുരക്ഷിതമാണ്. അതിനാൽ തന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള സർക്കാർ ആശുപത്രികളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിലെയും വാക്സിനേഷൻ ക്ലിനിക്കിലെ സൗകര്യം നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ വാക്സിൻസിന്റെ പങ്ക് വളരെ വലുതാണ്. നന്ദി.